قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب. അപ്പോൾ മലക്കുകൾ അദ്ദേഹത്തെ അറിയിച്ചു, അല്ലയോ ലൂത്ത്, നിന്റെ നാഥനാൽ നിയുക്തരായ ദൂതന്മാരല്ലോ ഞങ്ങൾ. ഈ ആളുകൾക്ക് നിന്നെ തെല്ലും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് രാത്രി കുറെ ചെന്നിട്ട് നീ കുടുംബത്തെയും ബന്ധുക്കളെയും കൂട്ടി ഇവിടെ നിന്നും പുറപ്പെട്ടുകൊള്ളണം. ശ്രദ്ധിക്കുക, നിങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കരുത്. പക്ഷേ നിന്റെ ഭാര്യ കൂടെ വരുന്നതല്ല. ഈ ജനത്തെ ബാധിക്കുന്നത് അവളെയും ബാധിക്കുന്നതാകുന്നു. ഇവരെ നശിപ്പിക്കാൻ നിശ്ചയിച്ച സമയം പ്രഭാതമത്രേ. പ്രഭാതം എത്രയും അടുത്തു കഴിഞ്ഞില്ലയോ? ഉദ്ദേശ്യമിതാണ്, എത്രയും വേഗം ഈ പ്രദേശത്തു നിന്ന് പുറത്തു പോകാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് മാത്രമാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത്. പിന്നിലെ ഭീകരതയും ബഹളവും കേട്ട് വഴിയിൽ തങ്ങരുത്. ശിക്ഷ ഇറക്കുന്ന സ്ഥലത്ത് അതിറങ്ങുമ്പോൾ നിങ്ങൾ ഉണ്ടാവാനും പാടില്ല. തെറ്റുകളുടെ ഫലം അനുഭവിക്കുന്നതിൽ നിന്ന് മഹാന്മാരുമായുള്ള വംശബന്ധമോ അവരുടെ ശുപാർശയോ ആരെയും രക്ഷിക്കുകയില്ലെന്ന പാഠം ജനങ്ങളെ പഠിപ്പിക്കാൻ ഈ സൂറയിൽ ഉദ്ധരിച്ച മൂന്നാമത്തെ സംഭവമാണ് ലൂത്ത് നബിയുടെ ഭാര്യയുടെ ദുരന്തം. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ നാം ആ നാടിനെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. അതിനുമീതെ ചുട്ട മൺകട്ടകൾ വർഷിച്ചു. ഭയങ്കരമായ പ്രകമ്പനത്തോടുകൂടി അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന പോലെ ആയിരിക്കണം ഈ ശിക്ഷ വന്നിട്ടുണ്ടാവുക. പ്രകമ്പനം ആ നാടിനെ കീഴ്മേൽ മറിക്കുകയും അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനാൽ ശക്തിയായ ശിലാവർഷമുണ്ടാവുകയും ചെയ്തു. ചുട്ട മൺകട്ടകൾ കൊണ്ടുദ്ദേശിക്കുന്നത് അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ പുറത്തു വരാറുള്ളതും ഭൂഗർഭത്തിലെ ചൂടിന്റെയും ലാവയുടെയും ഫലമായി കല്ലുപോലെയായി തീർന്നതുമായ മണ്ണാകുന്നു. ചാവുകടലിന്റെ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ ആ പൊട്ടിത്തെറിയുടെ അടയാളങ്ങൾ ഇന്നും കാണുന്നുണ്ട്. മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. അവയിൽ ഓരോ കല്ലും നിന്റെ നാഥങ്കൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ഈ ശിക്ഷ ധിക്കാരികളിൽ നിന്ന് ഒട്ടും വിദൂരമല്ല. ഓരോ കല്ലും ശിക്ഷയിൽ അതിന് ചെയ്യാനുള്ള കൃത്യത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നുവെന്ന് സാരം. അതായത്, ഇന്ന് ഈ അക്രമത്തിന്റെ മാർഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നവരും ദൈവിക ശിക്ഷ തങ്ങളിൽ നിന്ന് വളരെ വിദൂരമാണെന്ന് ധരിക്കേണ്ടതില്ല. ലൂത്ത് ജനതയ്ക്ക് ശിക്ഷ ഭവിച്ചുവെങ്കിൽ ഒരു നാൾ ഏവരെയും അത് പിടികൂടാം. ദൈവത്തെ തോൽപ്പിക്കാൻ ലൂത്ത് ജനതയ്ക്ക് സാധിച്ചിട്ടില്ല, ഇവർക്കും സാധിക്കുകയില്ല. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. മദ്യൻവാസികളിലേക്ക് നാം അവരുടെ സഹോദരൻ ശുഐബിനെ നിയോഗിച്ചു. അദ്ദേഹം പ്രബോധനം ചെയ്തു, എന്റെ ജനമേ, അല്ലാഹുവിന് അടിമപ്പെടുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ദൈവമില്ല. അളവ് തൂക്കങ്ങളിൽ വെട്ടിപ്പ് നടത്താതിരിക്കുവിൻ. ഞാൻ ഇന്ന് നിങ്ങളെ സുസ്ഥിതിയിൽ കാണുന്നു. എന്നാൽ ഭാവിയിൽ സകലരെയും വലയം ചെയ്യുന്ന യാതനയേറിയ ഒരു നാൾ നിങ്ങളിൽ വരുമെന്ന് എനിക്ക് ഭയമുണ്ട്. മദിയൻകാരുടെ കഥ സൂറ അൽ ആറാഫ് 85 മുതൽ 93 വരെയുള്ള സൂക്തങ്ങളിലും വ്യാഖ്യാനത്തിലും കേൾക്കാം. وَيَا قَوْمِ أَوْفُوا الْمِكْيَالَ وَالْمِيزَانَ بِالْقِسْطِ
ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين. നിങ്ങൾ നീതിപൂർവം തികച്ചും കൃത്യമായി അളക്കുകയും തൂക്കുകയും ചെയ്യുവിൻ. ആളുകളെ അവരുടെ ചരക്കുകളിൽ പറ്റിക്കരുത്. ഭൂമിയിൽ അധർമ്മം പരത്തി വിഹരിക്കാതിരിക്കുവിൻ. بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ. അള്ളാഹു അവശേഷിപ്പിച്ചു തരുന്ന ലാഭമാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽനോട്ടക്കാരനൊന്നുമല്ല. അതായത് ഞാൻ നിങ്ങളുടെ മേൽ ഒരു സമ്മർദ്ദവും ചെലുത്തുന്നില്ല. ഗുണകാംക്ഷയുള്ള ഉപദേശകൻ മാത്രമാണ് ഞാൻ. എനിക്ക് പരമാവധി ചെയ്യാൻ കഴിയുക നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരിക എന്നത് മാത്രമാണ്. പിന്നീട് നിങ്ങളുടെ ഇഷ്ടം. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. എന്റെ ഭീഷണി നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. അള്ളാഹുവിന്റെ ഭീഷണിയാണ് പ്രശ്നം. അതിന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ നടപടികളിൽ നിന്ന് അകന്നു നിൽക്കണം. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. അവർ ഉത്തരം കൊടുത്തു, ഹേ ശുഐബേ, നമ്മുടെ പൂർവികർ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണമെന്നും നമ്മുടെ ധനം നമ്മുടെ ഇഷ്ടാനുസാരം കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലെന്നും നിന്നെ പഠിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ? ഓ, നീ വലിയ വിവേകശാലിയും സന്മാർഗ കുതുകിയും തന്നെ. നിന്റെ നമസ്കാരമാണോ നിന്നെ പഠിപ്പിക്കുന്നത് എന്ന വാക്യം യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപയുക്തിയാണ്. ദൈവത്തെ അവഗണിച്ച് തെമ്മാടിത്തത്തിലും ദുർവൃത്തികളിലും ആണ്ടുപോയ എല്ലാ സമൂഹത്തിലും ഈ പ്രവണത ഇന്നും കാണാവുന്നതാണ്. മതബോധത്തിന്റെ പ്രഥമവും പ്രകടവുമായ ലക്ഷണമാണ് നമസ്കാരം. മതബോധത്തെ ദുർവൃത്തരും തെമ്മാടികളുമായ ജനങ്ങൾ ഏറ്റവും അപകടകരമായ രോഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ ഇത്തരം സമൂഹത്തിൽ നമസ്കാരം ഒരു ഇബാദത്തെന്നതിനു പകരം ഒരു രോഗലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുക. തങ്ങൾക്കിടയിൽ വെച്ച് ഒരാൾ നമസ്കരിക്കുന്നത് കണ്ടാൽ ഉടനെ അവർ മനസ്സിലാക്കും ഇയാളെ മതഭ്രാന്ത് ആക്രമിച്ചിരിക്കുന്നുവെന്ന്. മതബോധം ഒരാളുടെ ഹൃദയത്തിലുണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം നന്മയിൽ സംതൃപ്തനായിരിക്കാതെ മറ്റുള്ളവരെ കൂടി നന്നാക്കാൻ ശ്രമിക്കുക, നിർമ്മതത്വത്തെയും അധാർമികതയെയും നിശിതമായി വിമർശിക്കുക തുടങ്ങിയ സ്വഭാവങ്ങളെപ്പറ്റിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ നമസ്കാരത്തോടുള്ള ഭയം മതഭ്രാന്തിന്റെ ലക്ഷണമാണത് എന്ന നിലയ്ക്ക് മാത്രമുണ്ടാകുന്നതല്ല. അതോടൊപ്പം അത്തരക്കാർ ഉടനെ മതത്തെയും സദാചാരത്തെയും സംബന്ധിച്ച് ഉപദേശിച്ചു തുടങ്ങുകയും സാമൂഹിക ജീവിതത്തിലെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും കീടങ്ങൾ അകറ്റുന്നതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും എന്ന നിലയ്ക്കുകൂടി ഉണ്ടാകുന്നതാണ്. ഇതാണ് ഇത്തരം സമൂഹത്തിൽ നമസ്കാരം കഠിനമായ വിമർശനങ്ങൾക്കും ആക്ഷേപശകാരങ്ങൾക്കും വിധേയമാകാൻ കാരണം. ഇനി നമസ്കരിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തന്നിലുണ്ടായിരുന്ന സദ്വിചാരത്താൽ തിന്മകളെ വിമർശിക്കാനും നന്മകളെ സ്വാഗതം ചെയ്യാനും തുടങ്ങിയിരുന്നുവെന്ന് കരുതുക. എങ്കിൽ പോലും അവരുടെ ആക്ഷേപം എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ നമസ്കാരമാണെന്നായിരിക്കും. ഇസ്ലാമിക സിദ്ധാന്തത്തിന് വിപരീതമായ ജാഹിലിയ സിദ്ധാന്തത്തിന്റെ പൂർണ്ണമായ ഭാഷ്യമാണ് സമ്പത്ത് ഇഷ്ടാനുസാരം കൈകാര്യം ചെയ്യാൻ സമ്പന്നർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന വാദം. ഇസ്ലാമിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവിക അടിമത്തത്തിന്റേതല്ലാത്ത എല്ലാ മാർഗവും തെറ്റാണ്. ഒരിക്കലും അവയെ പിൻപറ്റിക്കൂടാ. മറ്റൊരു മാർഗത്തിന് ബുദ്ധിയിലോ ശാസ്ത്രത്തിലോ ദൈവിക ഗ്രന്ഥങ്ങളിലോ ഒരു തെളിവുമില്ല. ദൈവത്തിനുള്ള ഈ അടിമത്തം മതത്തിന്റെ ചില നിർണിത പരിധികളിൽ ഒതുക്കി നിർത്താവതല്ല. നാഗരികത, സാമൂഹിക ജീവിതം, ജീവിതമാർഗങ്ങൾ, രാഷ്ട്രീയം എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതുണ്ടായിരിക്കണം. കാരണം ഭൂമിയിൽ മനുഷ്യന്റെ കയ്യിലുള്ളതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റേതാണ്. മനുഷ്യന് ഒരു കാര്യത്തിലും അള്ളാഹുവിന്റെ തൃപ്തി എന്തെന്ന് നോക്കാതെ സ്വതന്ത്രമായി സ്വേച്ഛാനുസാരം പ്രവർത്തിക്കാൻ അധികാരമില്ല. ഇതിന് വിപരീതമാണ് ജാഹിലിയ സിദ്ധാന്തം. അതനുസരിച്ച് തന്റെ പൂർവ്വപിതാക്കൾ ഏത് മാർഗത്തിൽ ജീവിച്ചു വന്നുവോ അതേ മാർഗം പിൻപറ്റാൻ മനുഷ്യൻ നിർബന്ധിതനാണ്.
പൂർവ്വപിതാക്കൾ തുടർന്നു വന്ന മാർഗമാണത് എന്നതിൽ കവിഞ്ഞ തെളിവൊന്നും അതിനാവശ്യവുമില്ല. മാത്രമല്ല, ദീനും മതവുമൊക്കെ അവരുടെ വീക്ഷണത്തിൽ കേവലം പൂജാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിലെ ഐഹികമായ മറ്റിടപാടിൽ ഇച്ഛാനുസാരം പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ജീവിതത്തെ മതപരമെന്നും ഭൗതികമെന്നും രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളാക്കി വിഭജിക്കുന്നത് ആധുനിക ചിന്താഗതിയൊന്നുമല്ല. 3500 വർഷം മുമ്പ് ജീവിച്ച ശുഐബ് നബിയുടെ ജനതയും ഇന്ന് പാശ്ചാത്യരും അവരുടെ അനുയായികളായ പൗരസ്ത്യരും ചെയ്യുന്നതുപോലെ ഈ വിഭജനത്തിൽ വലിയ വാശിയുള്ളവരായിരുന്നു. വാസ്തവത്തിൽ ഇത് മനുഷ്യന് തന്റെ ബുദ്ധിപരമായ പുരോഗതിയുടെ സംഭാവനയായ പുതിയ പ്രകാശമൊന്നുമല്ല. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പഴയ ജാഹിലിയത്തിൽ കാണപ്പെട്ടിരുന്ന അന്ധമായ വിഭാവന തന്നെയാണ്. അതിനെതിരിലുള്ള ഇസ്ലാമിന്റെ സമരവും ഇന്ന് തുടങ്ങിയതല്ല, അതും വളരെ പഴയതു തന്നെ. قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ശുഐബ് പറഞ്ഞു, സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കുക. ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു തെളിഞ്ഞ സാക്ഷ്യത്തിന്മേലായിരിക്കുകയും എനിക്ക് അവങ്കൽ നിന്ന് നല്ല വിഭവം ലഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദുർമാർഗത്തിലും അവിഹിത ഭോജനങ്ങളിലും പങ്കാളിയാകാൻ എനിക്കെങ്ങനെ കഴിയും? നിങ്ങളെ വിരോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കഴിയുന്നിടത്തോളം നിങ്ങളെ സംസ്കരിക്കാനത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെയും അല്ലാഹുവിന്റെ ഉദവി മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ അവനിൽ മാത്രം ഭരമേൽപ്പിച്ചിരിക്കുന്നു. സകല കാര്യങ്ങളിലും അവങ്കിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നു. ഇവിടെ റിസ്ക് എന്ന പദത്തിന് രണ്ടർത്ഥമാകാം. ഒന്ന്, അല്ലാഹുവിൽ നിന്ന് ലഭിച്ച സത്യജ്ഞാനം. രണ്ടാമത്തേത്, സാധാരണ മനസ്സിലാക്കപ്പെടുന്നത് പോലെ അല്ലാഹു തന്റെ അടിമകൾക്ക് നൽകുന്ന ജീവിതായോധന മാർഗങ്ങൾ. ആദ്യത്തെ അർത്ഥത്തിലാണെങ്കിൽ ഈ സൂറയിൽ മുഹമ്മദ് നബി, നൂഹ് നബി, സ്വാലിഹ് നബി എന്നീ പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ പ്രസ്താവിച്ച കാര്യം തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ഞാൻ എന്റെ നാഥങ്കിൽ നിന്നുള്ള വ്യക്തമായ അടയാളങ്ങൾ എന്നിലും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്റെ നാഥൻ ശരിയായ രീതിയിൽ എനിക്ക് യാഥാർത്ഥ്യജ്ഞാനം നൽകി. എന്നിരിക്കെ എനിക്കെങ്ങനെയാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ദുർമാർഗത്തിലും അധാർമികതയിലും പങ്കുചേരാൻ കഴിയുക? രണ്ടാമത്തെ അർത്ഥമനുസരിച്ച് ഈ വാക്യം നീ ഒരു വിവേകശാലിയും സന്മാർഗ കുതുകിയും തന്നെ എന്ന അവരുടെ കുത്തുവാക്കിന് മറുപടിയാണ്. ദുഷ്ടവും കഠിനവുമായ ആ ആക്രമണത്തിന് നൽകുന്ന മറുപടി വളരെ ശാന്തമായതാണ്. സഹോദരന്മാരെ, എന്റെ നാഥൻ എനിക്ക് യാഥാർത്ഥ്യമറിയാനുള്ള ഉൾക്കാഴ്ചയും അനുവദനീയമായ മാർഗത്തിലൂടെ ആഹാരവും നൽകിയിട്ടുണ്ടെന്ന് വെക്കുക. എങ്കിൽ നിങ്ങളുടെ ആക്ഷേപം കൊണ്ട് ഈ അനുഗ്രഹം എങ്ങനെ അനുഗ്രഹമല്ലാതാവും? അല്ലാഹു എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയിരിക്കെ നിങ്ങളുടെ ദുർവൃത്തികളെല്ലാം ശരിയും അനുവദനീയവുമാണെന്ന് പറഞ്ഞ് അവനോട് നന്ദികേട് കാണിക്കുന്നത് എനിക്കെങ്ങനെ അനുവദനീയമാകും? ഞാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നത് സ്വയം പ്രവർത്തിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്കെന്റെ സത്യസന്ധത മനസ്സിലാക്കാം. ഞാൻ അല്ലാഹുവല്ലാത്ത ദൈവങ്ങളുടെ ശ്രീകോവിലിൽ നിന്ന് നിങ്ങളെ തടയുകയും സ്വന്തമായൊരു പ്രതിഷ്ഠ സ്ഥാപിച്ച് അത് ഭജിക്കുകയുമാണെന്ന് കരുതുക. എങ്കിൽ എന്റെ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിനും മറ്റുള്ളവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ തടഞ്ഞ് സ്വന്തമാക്കുന്നതിനും വേണ്ടിയാണതെന്ന് നിങ്ങൾക്ക് നിസ്സംശയം പറയാമായിരുന്നു. നിങ്ങളെ നിഷിദ്ധമായ ധനം ഭക്ഷിക്കുന്നതിൽ നിന്ന് തടയുകയും സ്വന്തം പ്രവർത്തനങ്ങളിൽ കാപട്യം അനുവർത്തിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ സ്വാർത്ഥലാഭത്തിനു വേണ്ടി വിശ്വസ്തതയുടെ പെരുമ്പറയടിക്കുകയുമാണെന്ന് സംശയിക്കാമായിരുന്നു. പക്ഷെ ഏതെല്ലാം തിന്മകളിൽ നിന്ന് ഞാൻ നിങ്ങളെ വിലക്കുന്നുവോ അതിൽ നിന്നെല്ലാം സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതായും നിങ്ങൾ മുക്തരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കളങ്കങ്ങളിൽ നിന്നും സ്വയം മുക്തനാകുന്നതായും നിങ്ങൾക്ക് കാണാം. നിങ്ങളെ ഏതൊരു മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നുവോ അതേ മാർഗം തന്നെയാണ് എനിക്ക് വേണ്ടിയും തിരഞ്ഞെടുത്തിരിക്കുന്നത്.
എന്റെ വാദം സത്യസന്ധമാണെന്നതിന് ഇതുതന്നെ മതിയായ തെളിവാണല്ലോ. وَيَا قَوْمِ لَا يَجْرِمَنَّكُمْ شِقَاقِي أَن يُصِيبَكُم مِّثْلُ مَا أَصَابَ قَوْمَ نُوحٍ أَوْ قَوْمَ هُودٍ أَوْ قَوْمَ صَالِحٍ وَمَا قَوْمُ لُوطٍ مِّنكُم بِبَعِيدٍ. എന്റെ ജനമേ, എന്നോടുള്ള ശത്രുത ഒടുവിൽ നൂഹിന്റെ ജനത്തെയോ ഹൂദിന്റെ ജനത്തെയോ സ്വാലിഹിന്റെ ജനത്തെയോ ബാധിച്ച മഹാവിപത്തിന് ഇരയാകുന്നിടത്തോളം നിങ്ങളെ എത്തിക്കാതിരിക്കട്ടെ. ലൂത്തിന്റെ ജനം നിങ്ങളിൽ നിന്ന് ഏറെയൊന്നും അകലെയല്ലല്ലോ. ലൂത്ത് ജനതയുടെ ദുരന്തം നടന്നത് അടുത്ത കാലത്താണ്. അത് നിങ്ങളുടെ സമീപ പ്രദേശത്തായിരുന്നു താനും. എന്നാൽ ലൂത്ത് ജനത നിങ്ങളിൽ നിന്ന് ഏറെയൊന്നും അകലെയല്ല എന്ന് പറഞ്ഞതിന്റെ സാരം ഇതാണ്. ശുഐബ് നബിയുടെ കാലത്ത് ലൂത്തിന്റെ ജനതയുടെ നാശത്തിനു ശേഷം മിക്കവാറും 700 വർഷത്തിലധികം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഭൂമിശാസ്ത്രപരമായും ശുഐബിന്റെ ജനതയുടെ പ്രദേശം ലൂത്ത് നബിയുടെ ജനത വസിച്ചിരുന്ന ദേശത്തിന്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود. ശ്രദ്ധിക്കുക, സ്വന്തം നാഥനോട് മാപ്പിരക്കുവിൻ, എന്നിട്ട് അവങ്കലേക്ക് മടങ്ങുവിൻ. നിസ്സംശയം എന്റെ നാഥൻ ദയാപരനാകുന്നു, സൃഷ്ടികളോട് ഏറെ സ്നേഹമുള്ളവനുമാകുന്നു. അതായത് അല്ലാഹു കഠിനഹൃദയനും കരുണയില്ലാത്തവനുമല്ല, തന്റെ അടിമകളെ അനാവശ്യമായി ശിക്ഷിക്കുന്നവനുമല്ല. അവരെ വെറുതെ തല്ലിച്ചതച്ച് സന്തോഷിക്കാൻ അല്ലാഹുവിന് സൃഷ്ടികളോട് ഒരു ശത്രുതയുമില്ല. എന്നാൽ നിങ്ങൾ ധിക്കാരത്തിൽ അതിർ കവിയുകയും നാശം പരത്തുന്നതിൽ നിന്ന് മടങ്ങാതിരിക്കുകയും ചെയ്യുമ്പോൾ പൊടുന്നനെ അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നു. ഇനി നിങ്ങൾ എത്ര തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തുപോയ കുറ്റങ്ങളിൽ പശ്ചാത്തപിച്ച് അവങ്കിലേക്ക് മടങ്ങുകയുമാണെങ്കിൽ അവന്റെ കാരുണ്യം അത്യധികം വിശാലമാണ്. തന്റെ സൃഷ്ടികളെ പരിധിയില്ലാതെ സ്നേഹിക്കുന്നവനാണവൻ. ഈ കാര്യം നല്ല 2 ഉദാഹരണങ്ങളിലൂടെ തിരുമേനി വ്യക്തമാക്കുകയുണ്ടായി. ഒന്നിതാണ്, നിങ്ങളിൽ ഒരാളുടെ ഒട്ടകത്തെ വെള്ളമില്ലാത്ത ഒരു മരുഭൂമിയിൽ വെച്ച് കാണാതായി. അവന്റെ ഭക്ഷ്യപാനീയങ്ങൾ അത്രയും ആ ഒട്ടകപ്പുറത്തായിരുന്നു. അയാൾ ഒട്ടകത്തെ പലയിടത്തും അന്വേഷിച്ച് നിരാശപ്പെട്ടു. ജീവനിൽ തന്നെ ആശ നശിച്ച് അവസാനം ഒരു മരച്ചുവട്ടിൽ കിടക്കുകയാണ്. അങ്ങനെയിരിക്കെ ആ ഒട്ടകം തന്റെ സമീപത്ത് വന്നു നിൽക്കുന്നതായി പെട്ടെന്നവൻ കാണുന്നു. അപ്പോൾ ആ പഥികന് എന്തുമാത്രം സന്തോഷമുണ്ടാകും. അല്ലാഹുവിന് തന്റെ ഒരടിമ അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ സന്തോഷമാണ്. ഇതിനേക്കാൾ ആകർഷകമാണ് രണ്ടാമത്തെ ഉദാഹരണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ തിരുമേനിയുടെ സന്നിധിയിൽ കുറെ യുദ്ധത്തടവുകാർ ഹാജരാക്കപ്പെട്ടു. അവരിൽ മുല കുടിക്കുന്ന കുട്ടി നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുമുണ്ടായിരുന്നു. അവർ അങ്ങേയറ്റം അസ്വസ്ഥയായിരുന്നു. ഏതു കുട്ടിയെ കിട്ടിയാലും അദമ്യമായ സ്നേഹത്തോടെ അവരതിനെ വാരിയെടുത്ത് ചുംബിക്കുകയും മുലയൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. തിരുമേനി അവരുടെ സ്ഥിതി കണ്ടിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഈ സ്ത്രീ അവരുടെ കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് തീയിലെറിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. തീയിലെറിയുന്നത് പോകട്ടെ, എങ്ങനെയെങ്കിലും തീയിൽ വീണാൽ തന്നെ എന്ത് ത്യാഗം സഹിച്ചും അവരതിനെ രക്ഷപ്പെടുത്തും. അവിടുന്ന് പറഞ്ഞു, ഈ സ്ത്രീക്ക് സ്വന്തം കുട്ടിയോടുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ കാരുണ്യം അല്ലാഹുവിന് തന്റെ അടിമകളോടുണ്ട്. സന്താനങ്ങളെ വളർത്തുന്നതിനു വേണ്ടി അല്ലാഹുവാണ് മാതാപിതാക്കളുടെ ഹൃദയത്തിൽ സ്നേഹം ജനിപ്പിച്ചതെന്നുകൂടി ചിന്തിക്കുമ്പോൾ ഈ കാര്യം കൂടുതൽ വ്യക്തമാവും. ഈ സ്നേഹമെങ്ങാനും ദൈവം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കളെക്കാൾ വലിയ ശത്രുക്കൾ മറ്റാരും ഉണ്ടാകുമായിരുന്നില്ല. കാരണം മറ്റാരെക്കാളും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടിക്കുന്നത് അവരെയാണല്ലോ. അപ്പോൾ ചിന്തിച്ചു നോക്കുക, മാതൃസ്നേഹത്തിന്റെയും പിതൃവാത്സല്യത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന് തന്റെ അടിമകളോട് എന്തുമാത്രം സ്നേഹവാത്സല്യമുണ്ടായിരിക്കണം.